ധാരാളം കറി പൗഡറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ കറി പൗഡറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന റെസിപ്പി ശ്രദ്ധിക്കാറില്ല. ഒരു വിഭാഗം ആൾക്കാരെങ്കിലും അതിൽ പറയാതെ നമ്മൾക്ക് അതിൽ പറയുന്ന റെസിപ്പി പ്രകാരം അല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിഷ്ടമുള്ള അളവിൽ സാധനങ്ങൾ എടുത്തിട്ട് കറി പൗഡർ നമുക്കിഷ്ടമുള്ള അളവിൽ ചേർത്തിട്ടായിരിക്കും കറികൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഈസ്റ്റേൺ മട്ടൺ മസാല ഉപയോഗിച്ച് മട്ടൺ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ കറിയിൽ നമ്മൾ ഈസ്റ്റേൺ മട്ടൺ മസാല പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ റെസിപ്പി അതേ അളവിൽ എടുത്തിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാൻ അരിപ്പുട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. നമ്മുടെ മട്ടൺ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: കറിക്കട്ട് മട്ടൺ 1 കിലോ, ഈസ്റ്റേൺ മട്ടൺ മസാല 4 ടേബിൾ സ്പൂൺ, പിന്നെ ബിഗ് ഓണിയൻ സ്ലൈസ്ഡ് 1 ടീക്കപ്പ്, പിന്നെ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ സ്ലൈസ്ഡ് ജിഞ്ചർ അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗ്രീൻ ചില്ലീസ് 2 എണ്ണം, കറി ലീവ്സ് 2 സ്റ്റാക്ക്, മസ്റ്റാർഡ് 1 ടേബിൾ സ്പൂൺ, സാൾട്ട് ആവശ്യത്തിന്. ആട്ടിറച്ചി കറി കട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ആടിൻ്റെ രോമങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് നോക്കി രോമങ്ങളുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കണം. അതിനുശേഷം നല്ലതായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം വരുന്നതിനും വരെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം. ഇന്നിവിടെ ഈസ്റ്റേൺ മട്ടൺ മസാല ഉപയോഗിച്ചിട്ടുള്ള മട്ടൺ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ റെസിപ്പിയിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അതങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാനതിൽ 4 ടേബിൾ സ്പൂൺ 1 കിലോ മട്ടൺ, ചോപ്ഡ് മട്ടൺ, അതിൽ 4 ടേബിൾ സ്പൂൺ മട്ടൺ മസാല ചേർക്കാനാണ് റെസിപ്പി പറയുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ ഞാൻ എന്നിട്ടത് 10 മിനിറ്റ് മട്ടൺ മസാല പുരട്ടി നമ്മൾ മട്ടൺ വെച്ചിരിക്കണം 10 മിനിറ്റ് സമയം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്പം 10 മിനിറ്റ് സമയത്തേക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇറച്ചിയിൽ നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് പിടിക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ. കറിയിൽ തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചോ നമുക്ക് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മട്ടൺ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് തേങ്ങ ആ സമയം കൊണ്ട് വറുത്ത് വയ്ക്കാം. ഇറച്ചി മസാല പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ വറുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ വറുക്കുന്നതിന് ഒരല്പം വെളിച്ചെണ്ണ ആദ്യം പാനിലൊഴിച്ചു, എണ്ണ ഒഴിച്ച് അതിനുശേഷം നന്നായിട്ടൊന്ന് പാനൊന്ന് വട്ടം ചുറ്റിച്ച് എല്ലാ സ്ഥലങ്ങളിലും എണ്ണ ആക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ പാനിലേക്കിട്ട് വറുത്തെടുക്കുക. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കേണ്ടതില്ല. ഒരു നിറമൊന്ന് മാറി ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള പരുവത്തിന് എടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്. തേങ്ങാപ്പാലൊഴിച്ച് വെക്കുന്ന രീതിയും തേങ്ങ വറുത്തരയ്ക്കുന്ന രീതിയിലും രണ്ടും ചെയ്ത് നോക്കിയിട്ട് രണ്ടും നല്ല ടേസ്റ്റാണ്. പക്ഷേ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് തേങ്ങ വറുത്തരച്ച രീതി തന്നെ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ തേങ്ങ മൂത്ത നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബ്രൗൺ നിറമാകണ്ട. അതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ ഒരു ടിപ്പൂടെ ഞാൻ ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ, നമ്മൾ 4 ടേബിൾ സ്പൂൺ മസാലയാണ് റെസിപ്പി പറയുന്നത്. പക്ഷേ ഞാനൊരു തേങ്ങ ചേർക്കുന്നത് കൊണ്ട് മസാലയുടെ കുറവ് വരാതിരിക്കാൻ വേണ്ട 1 ടേബിൾ സ്പൂൺ മസാല ഈ തേങ്ങയ്ക്കകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ മസാല കറക്റ്റായിട്ട് ബാലൻസ് ആകത്തില്ല. മട്ടൺ വേണ്ട മസാല മാത്രമാണ് 4 ടേബിൾ സ്പൂൺ വരുന്നത്. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ അല്പം കൂടി മസാല ചേർത്താൽ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് വാങ്ങി വയ്ക്കുകയാണ്. ഇത്ര അധികം കൂടുതൽ സമയം ഇളക്കിക്കൊണ്ടിരുന്നാലും നമ്മുടെ മസാല കരിഞ്ഞു പോകും. അപ്പോഴേ ഇനിയും നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് കടുക് വറക്കണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കടുക് ഇടുകയാണ്. അപ്പം അതിൻ്റെ കൂടെ കറിവേപ്പില, പച്ചമുളക്,
ഇഞ്ചി, കൊത്തി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ. പിന്നെ ചൂടായി, നല്ല ചൂട്. പിന്നെ 1 കപ്പ് ചോപ്ഡ് ഓണിയൻ, സവാള കൊത്തി അരിഞ്ഞത് 1 കപ്പ്. അപ്പോൾ കറക്റ്റ് ഞാൻ അളന്ന 1 ടീക്കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇനി ചട്ടിയുടെ കാര്യത്തിൽ പേടിക്കണ്ട. എനിക്ക് ഇന്ന് ഞങ്ങൾ പാചകം തുടങ്ങിയപ്പോൾ ശരിക്കും നല്ല ഒരു പണി കിട്ടി. ആദ്യം ഒരു വലിയ മീൻചട്ടി, മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ വലിയൊരു ചട്ടിയിലാണ് പാചകം തുടങ്ങിയത്. ചട്ടി ഒന്ന് വെള്ളം വറ്റട്ടെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് നോക്കിയപ്പം ചട്ടി അടിഭാഗം ഒരു വലിയ ഹോള് വീണ് പൊട്ടിത്തെറിച്ച് പോയി. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തു. അതിനുശേഷം അതിനകത്തിൽ കടുക് പൊട്ടിയപ്പോൾ കറിവേപ്പില ഇട്ടു, 2 പച്ചമുളക് കീറിയതിട്ടു, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ടു, 1 കപ്പ് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ മട്ടൺ ചേർക്കും. ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുമ്പ് നമ്മൾ മസാല പുരട്ടി വെച്ച മട്ടൺ, 1 കിലോ മട്ടൺ അത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന്, കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇറച്ചി മുങ്ങിക്കിടക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നല്ലപോലെ വിറകൊക്കെ വെച്ച് തീ കത്തിക്കുകയാണ്. മട്ടൺ നല്ല വേവുള്ളത് കൊണ്ട് നല്ലപോലെ തീ കത്തിച്ച് മട്ടൺ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കണം. അപ്പോൾ മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ പാത്രത്തിലൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മട്ടൺ കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ മട്ടൺ വേവുന്ന സമയത്തിന് കുറച്ച് പുട്ടുണ്ടാക്കുന്നുണ്ട്. അരിപ്പുട്ടാണ്. അപ്പം പുട്ടിന് പൊടി മുട്ട് നനച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം തേങ്ങയും ചേർത്തിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ മട്ടൺ കറിയും പുട്ടും മട്ടനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മട്ടൺ വെന്തിട്ടുണ്ടോ നോക്കട്ടെ.
വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. വറുത്തരച്ച തേങ്ങ ഒരു കപ്പ്, ഒരു കപ്പ് തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് എടുത്താൽ മതിയാകും. ഈ മട്ടൻ കറി നമ്മൾ ഉണ്ടാക്കിയ പുട്ടിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയിപ്പോൾ കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. മസാലയൊക്കെ പാകത്തിനുണ്ടോയെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് ആവശ്യമുള്ള എരിവേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ മസാല ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എരിവ് ഉണ്ടാവും. ചൂട് പുട്ട് റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറിയും കൂട്ടി കഴിക്കാം. ഞാൻ മട്ടൻ കറി ആവശ്യത്തിന് ഇതിലേക്ക് വിളമ്പുകയാണ്. ഇന്ന് രാവിലെ മട്ടൻ കറി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പണി തന്ന ചട്ടിയാണിത്. അടുപ്പത്ത് വെച്ചപ്പം ചൂട് കൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിച്ച് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഓട്ട വീണു. ഞാൻ പിന്നെ ആദ്യം വിചാരിച്ച് ബൾബ് പൊട്ടിത്തെറിച്ചാണെന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പം ബൾബൊന്നും പൊട്ടിയിട്ടില്ല. പിന്നെ വേറെ ചട്ടി എടുത്ത് വെച്ച് കറി ഉണ്ടാക്കി. പക്ഷെ എന്തായാലും നല്ല കറിയായിരുന്നു. അതുകൊണ്ട് ചട്ടി പൊട്ടി പോയതിൽ ശകലം സങ്കടമേ ഉണ്ടെങ്കിലും കറി നന്നായതുകൊണ്ട് എനിക്ക് വിഷമം കുറച്ച് കുറവാണ്.